സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കൂ. നാളത്തെ എപ്പിസോഡിന്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയ്ക്കകത്ത് ആക്ടിവിറ്റി ഏരിയ ഒരു കോടതിയായി മാറിക്കഴിഞ്ഞു. നെവിനെ കോർട്ടിലിട്ട് ചോദ്യം ചെയ്യുന്ന ലക്ഷ്മിനെ കാണിച്ചിട്ടുണ്ട്. മോഷണം എൻ്റെ വീക്ക്നെസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പ്രൊമോ തുടങ്ങുമ്പോൾ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ, ബിഗ് ബോസ് കോടതിയുടെ മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ എന്ന് നെവിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ലക്ഷ്മി കുറേയധികം കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നതെല്ലാം ഒരു തർക്കുത്തരം പറയുന്ന രീതിയിലാണ് നെവിൻ ഉത്തരം പറയുന്നത്. ഞാൻ ചിലപ്പം അക്ബറിൻ്റെ 10, 30, 35 പാവകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെ വളരെ തർക്കുത്തരം പറയുന്ന രീതിയിലാണ് വക്കീലിനോട് സംസാരിക്കുന്നത്. എന്തായാലും നാളെ തെറ്റുകൾ ചെയ്ത കുറേ അധികം ആൾക്കാരെ വിചാരണ ചെയ്യുന്നുണ്ട്. നെവിൻ കഴിഞ്ഞ ദിവസം അനുമോളുടെ കയ്യിൽ നിന്ന് ഒരു പാവ അടിച്ചു മാറ്റിയല്ലോ വളരെ വിദഗ്ധമായിട്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നിയത് ആ ഒരു കോർട്ടിൽ ചർച്ച ചെയ്യുന്നത്. ഇത് സീരിയസ് ആയിട്ട് തന്നെയാണ് ലാലേട്ടൻ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ ഒരു പാവ അടിച്ചത് മാറ്റിയത് മാത്രമല്ല ആ ഒരു കോടതി ടാസ്ക് മൊത്തത്തിൽ. കാരണം ലാലേട്ടൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കലിപ്പ് മൂഡിലാണ് നിൽക്കുന്നത്. എന്നാൽ ഓവർ കലിപ്പൊന്നുമല്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരു എവിക്ഷൻ നടക്കുന്നതായിരിക്കും. എവിക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ആരാണ് പുറത്തായതെന്ന്. എപ്പിസോഡ് കാണാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.